ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷമുണ്ടായ എറണാകുളം പിറമാടം പള്ളിയിൽ സമവായ ശ്രമം തുടങ്ങി. നിലവിൽ പള്ളിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന വൈദികരുമായി ചർച്ച നടത്തി സമാധാനം പുനഃസ്ഥാപിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉൾപ്പെടെ നൽകിയ വിവിധ അപ്പീലുകളിൽ ആണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, ഈ ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷം മാധ്യമങ്ങളിലൊക്കെ ഇതിന്റെ വിഷ്വൽസ് ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്? ഒരു നൂറ്റാണ്ടിലേറെ നിൽക്കുന്ന സഭാ തർക്കത്തിനാണ് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിനാണ് സമവായ നീക്കവുമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമവായ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നും കഴിഞ്ഞ ദിവസവും ഈ പള്ളിയിൽ വികാരികൾ തമ്മിൽ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. തർക്കം അത് വിശ്വാസികളെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം. എന്തായാലും ഇന്ന് വീണ്ടും ഈ കേസ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഈ പ്രശ്നം മധ്യസ്ഥതയോടെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇരു വിഭാഗങ്ങളോടും ചർച്ച ചെയ്ത ശേഷം സമവായത്തിലൂടെ ചർച്ച പരിഹരിക്കാനാണ് നീക്കം. എന്നാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ഇരു വിഭാഗങ്ങളെയും നേരിട്ട് കണ്ട് ചർച്ചയിലൂടെ സമവായത്തിലൂടെ ഈ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കത്തിനാണ് സർക്കാരിൻ്റെ നീക്കമെന്നാണ് സത്യവാങ്മൂലത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. അങ്ങനെയാണ്. എന്തായാലും പള്ളിത്തർക്കം ഈ ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന പള്ളിത്തർക്കം പരിഹരിക്കുക എന്നുള്ള നീക്കം തന്നെയാണ് സഭാ നേതൃത്വങ്ങളുമായി ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതുതന്നെയാണ് എന്നാണ് സർക്കാർ നിലപാട്. അതുമാത്രമല്ല, വിശ്വാസികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം അത് നേരത്തെയും ഇത്തരം തർക്കത്തിൽ ഏറ്റവും അധികം വൈകാരികമായി പ്രതികരിച്ചതും വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഇതിനെ അങ്ങേയറ്റം വൈകാരികമായി കാണേണ്ട സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പള്ളികളുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കം ഈ പല ഘട്ടത്തിലാണ് സംഘർഷത്തിനും മറ്റ് തരത്തിലുള്ള വാക്കേറ്റത്തിനുമൊക്കെ വഴിവെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്ന തർക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ അടിയന്തരമായി ഇടപെടാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. പള്ളിയിൽ ചർച്ചകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാക്കോബായ ഓർത്തഡോക്സ് പള്ളികൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.